ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടൊരു വ്ളോഗാണ്. അതായത് എൻ്റെ കോളേജ് ലൈഫിലെ ലാസ്റ്റ് ഡേ. ഇന്നത്തെ കൊണ്ട് അക്കാദമിക് സെക്ഷൻസ് എല്ലാം തീർന്നു. ഇനി ഒരു സ്റ്റഡി ലീവും എക്സാമും ആണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ളൊരു 4th ഇയറിലെ ഒരു ഡേ, അതാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു, ഡ്രസ്സൊക്കെ മാറി. രാവിലെ ഇങ്ങനെ കുളിക്കുന്നില്ല കേട്ടോ, തണുപ്പല്ലേ. പിന്നെ മുടിയെല്ലാം ചീകി സെറ്റായിട്ട് ഇരിക്കുന്നു. അതിന് ശേഷം നമ്മൾ ഓടിപ്പോയി ഫുഡ് കഴിക്കും. ഇന്നത്തെ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അവലും പഴവും പിന്നെ ചായ ആയിരുന്നു. ചില ദിവസങ്ങളിൽ ഞാൻ പഴം പുഴുങ്ങിയതോ അങ്ങനെ എന്തെങ്കിലും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡായിരിക്കും കഴിക്കുക. രാവിലെ ഫുഡ് കഴിക്കാൻ മൊത്തത്തിൽ കൂടിപ്പോയി ഒരു 10 മിനിറ്റ്, അതിൽ കൂടുതൽ എനിക്ക് സമയം കിട്ടാറേ ഇല്ല. കാരണം അത്രയും സമയം ഞാൻ ഒരുങ്ങി കണ്ണാടി നോക്കി ചീച്ച് കളിച്ച് നിൽക്കുമ്പോഴേക്കും സമയം പോകും. പിന്നെ ഇതെനിക്ക് എൻ്റെ ഫ്രണ്ട് എനിക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തന്നാട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ അമ്മയ്ക്ക് കുറച്ച് വാരി കൊടുത്തു. അമ്മ എനിക്കത് തിരിച്ച് വായിൽ വെച്ച് തന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അമ്മയുടെ ടാറ്റയെല്ലാം പറഞ്ഞിട്ട് വേഗം ഇറങ്ങി. രാവിലെ തന്നെ അച്ഛാട്ടോ എന്നെ ടൗണിൽ കൊണ്ടുവിടുക. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക് ഏകദേശം ഒരു 3 മിനിറ്റ് അത്രയും വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ 100-110 രാവിലെ വിടുകയാണ്, ഇല്ലെങ്കിൽ ബസ് കിട്ടില്ല. ഞാൻ ബസ് കയറിപ്പോയതിന് ശേഷം അച്ഛൻ പോവുക. അപ്പോൾ അത്രയും സമയം ഞങ്ങൾ അവിടെ ഇരിക്കും. പിന്നെ ഇതാണ് ബസ് നമ്പർ 1. അതായത് എൻ്റെ ബസ് സ്റ്റോപ്പിൽ നിന്ന് മെയിൻ ടൗണിലേക്ക് ഒരു ബസ് കയറി പോകണം. ഇവിടുന്ന് ബസ് നമ്പർ 2, ഇവിടെ നിന്നാണ് കൂത്തുപറമ്പിലേക്ക് എത്തട്ടെ. അപ്പോൾ സ്നിഗ്ധ ഇരിട്ടിന്ന് കയറി. ഈ സാധനത്തിൻ്റെ എൻട്രി എടുക്കാൻ വേണ്ടി ഞാൻ രാവിലെ 6 മണിക്ക് ഇരിട്ടി വന്ന് നിന്നു. ഇവളൊരു സ്പെഷ്യൽ ഓട്ടമാണ്, പക്ഷെ അത് എടുക്കാതിരിക്കാൻ വേണ്ടി ഇവള് അതിന് ലേറ്റായിട്ട് വന്നു ഗൈസ്. എന്നിട്ട് എന്നെ പറ്റിച്ച്. അറിഞ്ഞുകൊണ്ട് വന്നതല്ല, അറിയണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാവും 7:15 ബസ്സിന് വരണമെങ്കിൽ ഇവിടെ 7:20 ബസ്സിന് അല്ല 7:20 വീട്ടിൽ നിന്ന് ഇറങ്ങും. ശീലിച്ചു പോയത് അത് മാറ്റാൻ വേണ്ടി ഞാനിന്ന് രാവിലെ പറഞ്ഞു വേഗം വരണം, ഞാൻ വ്ളോഗ് എടുക്കുകയാണെന്ന്. അപ്പോഴത്തേക്കോട്ട് 7:20 ആയപ്പോൾ കെട്ടിയൊരുക്കി വന്നിരിക്കുന്നു. സാധനം ഓടിക്കാണിക്കുന്നീ വരുന്നത്. ഓടിക്കാണിക്കുക ഞാൻ വേറെ ക്ലിപ്പ് അയച്ചുതരാം. ആയിക്കോട്ടെ. ഇതാണ് ബസ് നമ്പർ 3. അതായത് ഇനി കൂത്തുപറമ്പ് തൊട്ട് കോളേജ് വരെ നമ്മൾ ഈ കോളേജ് ബസ്സിലാണ് പോകുന്നത്. ഇത് ആണ് ഹനിയ, നമ്മുടെ ക്ലാസ്സിലൊരു വമ്പൻ താരമാണ്. പുള്ളിക്കാരിക്ക് ബുക്കിനോട് ഭയങ്കര ക്രേസ് ആട്ടോ. എല്ലാ ടൈപ്പ് ബുക്കും വയ്ക്കും, ഇംഗ്ലീഷും മലയാളം ഹിന്ദിയും തമിഴും. അവൾക്ക് അറിയില്ലാത്ത കഥകളൊന്നുമില്ല. ആൻഡ് ഫൈനലി ഇതാണ് എൻ്റെ കോളേജ്. എനിക്ക് സൈഡ് വ്യൂ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം സൈഡ് സീറ്റ് കിട്ടൽ കുറവാണ്. രാവിലത്തെ സീറ്റ് കിട്ടലേ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇതാണ് തീർത്ത, എൻ്റെ റൂംമേറ്റാണ് കേട്ടോ PGയിൽ. പിന്നെ ഇത് നേരത്തെ പറഞ്ഞ ഹനിയ, ഫൈറു. ഞാൻ ഭയങ്കര എനിക്ക് ബിബിൻസാറെ മിസ് ചെയ്യും. ബിബിൻസാറെ വീഡിയോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ക്ലാസ്. ഫസ്റ്റ് ഇയർ ക്ലാസ്സും ലാസ്റ്റ് ഇയർ ക്ലാസ്സും ഇതായിരുന്നു. ഇത് യൂട്യൂബിലിടുമോ? ടാഗ് ചെയ്യണേ. അതിൽ ടാഗ് ഉണ്ടോ അറിയില്ല. ലാസ്റ്റ് ഡേ ആയിട്ട് എന്താ പറയാനുള്ളത്? ഐഫോൺ എക്സ്ചേഞ്ച് നമ്മുടെ ക്ലാസ് കൃഷ്ണൻ. എന്താണ് ലാസ്റ്റ് ദിവസമായിട്ട് പറയാനുള്ളത്? തോന്നില്ല. സമാധാനം. അന്നത്തെ ദിവസം ക്ലാസ്സിൽ ഭയങ്കര ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്തൊരു കോളേജാണ്, എന്തൊരു ക്ലാസ്സാണ്, പഠിക്കാൻ പോയിട്ട് ഫുള്ള് ഫോണിലാണല്ലോ എന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് എല്ലാം കഴിഞ്ഞു. ഇത് ഞങ്ങൾ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം വന്നതാണ് കേട്ടോ. നമ്മൾ അതായത് ലാസ്റ്റ് ഇൻറ്റേർണൽ എക്സാം എല്ലാം കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിക്ക് നമ്മളൊരു പേപ്പർ വയ്ക്കും. അപ്പോൾ അതിന് മുന്നേ കുറേ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് വേണ്ടി മാത്രം വന്നതാണ് ഞങ്ങൾ. ഇത് വിഷ്ണു,
എൻ്റെ അമ്മോ പഠിപ്പനാണ്. പഠിപ്പൻ എന്ന് പറഞ്ഞാൽ എന്താ പറയണ്ടേ, ഒട്ടും പഠിച്ചിട്ടില്ല എന്ന് പറയും. പക്ഷേ എക്സാം വരുമ്പം എല്ലാം പാസ്സായിരിക്കും. ഞങ്ങളിങ്ങനെ എന്തൊക്കെയോ തമാശ എല്ലാം പറഞ്ഞ് ലാസ്റ്റ് നിലത്തിരുന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ക്ലാസ്സിലെ 2 ആൺതരികളാണ്. ഇനി ഒരാളും കൂടി ഉണ്ട്, ഗോകുൽ. അവൻ ഓൾറെഡി പോയി, തൃശ്ശൂർ പോയി. മാം എന്തേലും പറയൂ, നമ്മളെ പറ്റിയുള്ള അഭിപ്രായം പറയും. ആശ്വാസം തന്നെയാണ്. ഇത് കഴിഞ്ഞില്ലേ എന്താ വെച്ചാൽ ഈ മാർക്ക് എൻട്രിയിൽ 20 പിള്ളേരെ എഴുതിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഗോൾ. മാമിന്റെ ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കരയല്ലേ ഗൈസ്, കരയാനൊന്നുമില്ല. ഹലോ ഹലോ ഇതാട്ടോ ഞങ്ങളുടെ ക്ലാസ് കോർഡിനേറ്റർ രചന മാം ലാസ്റ്റായപ്പോൾ ഞങ്ങളെല്ലാവരും കെട്ടിപ്പിടിച്ച് പഠിക്കണേ, കുഴപ്പമില്ല, നന്നായിട്ട് എക്സാം എഴുതുന്നെല്ലാം പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു. ഭയങ്കര ഇമോഷണൽ മൊമെൻ്റ് ആയിരുന്നു. ഞാൻ കരയൂലെന്ന് വരെ വിചാരിച്ചിട്ട് എൻ്റെ കണ്ണിക്കൂടെ വരെ കുടുകുടാ വെള്ളം ഒഴുകി. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം 4 വർഷം നമ്മൾ അത്രയും അറ്റാച്ച്ഡായി ഇരുന്നിട്ട് ഇനിയിപ്പം നമുക്ക് വേറൊരു ഫേസ് അല്ലേ ലൈഫിൽ വരാൻ പോകുന്നത്. ഇനിയൊരു ജോലി, അതിനുശേഷം വേറൊരു കുടുംബം, അങ്ങനെ ഒന്നും പറയണ്ട. പിന്നെ ഇതാണ് കേട്ടോ ക്യാൻറ്റീൻ എന്ന് വെച്ചാൽ 4 വർഷം ഞങ്ങൾ ഫുഡ് കഴിച്ച് അടിച്ച് പൊളിച്ച സ്ഥലം. ഇതാണ് ക്യാൻറ്റീൻ ഓണർ ഷമീർക്ക. ഒരു പച്ചയായ പാവം മനുഷ്യനാണ്. പുള്ളിക്കാരൻ്റെ ബിരിയാണി ഒരു രക്ഷയില്ല. ഞങ്ങൾ എത്ര കഴിക്കണ്ടെന്ന് വിചാരിച്ചാലും കഴിച്ചു പോകും. പിന്നെ ഈ വൈറ്റ് ഷർട്ട് ഇട്ടതാണ് നമ്മുടെ ഡ്രൈവേഴ്സ്. പാവം ചേട്ടന്മാരാട്ടോ, നമ്മളെ എപ്പോഴും എന്തിനും സഹായിക്കുന്ന ചേട്ടന്മാരാണ്. ഇതാണ് ഞാൻ 2 വർഷം, അതായത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നിന്ന ഹോസ്റ്റൽ. കോളേജിൻ്റെ തൊട്ട് പുറകിലാട്ടോ. ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കിയ മെമ്മറീസ് ഇപ്പം ആലോചിക്കുമ്പോഴാണ് അതൊക്കെ എത്ര പ്രഷ്യസാന്ന് മനസ്സിലാവുന്നത്. അവിടെ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ശനിയാഴ്ച കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ ആഴ്ചയും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിൽ പോകുന്ന ഏക കുട്ടി ഞാനായിരിക്കും. എല്ലാ ആഴ്ചയും മാമിൻ്റെ അടുത്ത് പോയി കരഞ്ഞ് ഹോം പാസ് എല്ലാം മേടിച്ച് വീട്ടിൽ പോകും. പക്ഷെ ഇപ്പോഴാണ് അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ ഞാൻ എത്ര നല്ല സമയങ്ങളൊക്കെ കളഞ്ഞെന്ന് ആലോചിക്കുന്നത്. പിന്നെ ഞങ്ങളെല്ലാവരോടും ടാറ്റയെല്ലാം പറഞ്ഞ് ഇറങ്ങി ഗൈസ്. ഇനി സ്റ്റഡി ലീവിന് ശേഷം കാണാം.